നൈറ്റ് ഒരു ഔട്ടിംഗ് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു 7 മണിക്ക് ശേഷം വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടോളും. ബീച്ച് ഞങ്ങളുടെ 3 പേരുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ കോവളത്തോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കോവളത്ത് എപ്പോൾ വന്നാലും ഞാൻ ഈ ഒരു ഷോപ്പിൽ നോക്കാതെ പോകത്തില്ല. നമ്മുടെ ടൈറ്റാനിക്കിലെ റോസിൻ്റെ കാര്യത്തിൽ ഒരു മാല കിടക്കുന്നില്ലേ, അതുപോലത്തെ സിമിലാരിറ്റി ഉള്ള ഒരുപാട് ജ്വൽസ് ഇവിടെ വരാറുണ്ട്. ഇതുവരെ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ നോക്കാറുണ്ട്, വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നോ എന്ന് നോക്കാറുണ്ട്. ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ താഴത്തെ ബീച്ചിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എതുമയ്ക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവൻ്റെ ജീവനാണേ. ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ, ഏട്ടൻ, എതുമ, ഇവിടെ നമ്മൾ അൺനെസറി കാര്യങ്ങളൊന്നും സംസാരിക്കാറേ ഇല്ല. നമ്മൾ ഈ ഒരു മൊമെൻറ്റ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്, ഏട്ടനും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത സംസാരിച്ച് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു മൊമെൻറ്റ്സിൽ ഞങ്ങൾ സംസാരിക്കാറോ ഷെയർ ചെയ്യാറോ ഒന്നും ചെയ്യാറില്ല. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല കേട്ടോ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഞങ്ങളുടെ ഈ ഒരു സമയത്ത് ഞങ്ങളത് സംസാരിച്ച് തീർക്കാറുണ്ട്. ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഞാനും ഏട്ടനും ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യാറുമുണ്ടേ. പിന്നെ ഞാനും എതുമ്മയും ബീച്ചിൽ കുറേ നേരം കളിച്ചു. ഈ ഒരു സമയത്ത് ബീച്ചിൽ ഇറങ്ങാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല.